വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ കേരളത്തെ ആകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു. ഈ ദുരന്തത്തിൽ മരണസംഖ്യ 340 206 മൃതദേഹങ്ങളും 134 ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കണ്ടെടുത്തത്. കരള് പിളർത്തുന്ന കാഴ്ചകളാണ് ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത്. രാപ്പകൽ ഭേദമന്യേ സന്നദ്ധ പ്രവർത്തകരും പോലീസും സൈന്യവും ഈ മേഖലയിൽ ജീവന്റെ തുടിപ്പിനായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുടെ ദീനവിലാപങ്ങൾ കാഴ്ചക്കാരുടെ നെഞ്ചിലേക്കാണ് തറച്ചു കയറുന്നത്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് സൈന്യം തീർത്ത ബെയ്ലി പാലം ദുരിതാശ്വാസ പ്രവർത്തനത്തിനും തിരച്ചിലുകൾക്കും ഏറെ പ്രയോജനകരമായി. 36 മണിക്കൂർ കൊണ്ടാണ് സൈന്യം ഈ പാലം സജ്ജീകരിച്ചത്. ദുരന്ത നിവാരണത്തിനും വയനാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. 2018 കേരളം കണ്ട പ്രളയത്തെ ഇതേ സഹകരണത്തോടും സ്നേഹത്തോടും കൂടിയാണ് മലയാളികൾ നേരിട്ടതും ചെറുത്ത് തോൽപ്പിച്ചതും. ഓരോ ദുരന്തങ്ങളും മലയാളി കൂട്ടായ്മകളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു. ഈ ദുരന്തവും അതുപോലെ തന്നെ മലയാളിയുടെ മുന്നിൽ മുട്ടുമടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇവിടെ ബഹ്റൈൻ എന്ന ഈ പ്രവാസ ലോകത്തെ വയനാട്ടുകാരും ഒരേ സമയം ഉത്കണ്ഠയിലും എന്നാൽ സഹജീവികളുടെ കൈത്താങ്ങിൽ ആശ്വാസം കണ്ടെത്തുന്നവരുമാണ്. നമുക്കൊരുമിച്ച് വയനാടിനെ നെഞ്ചോട് ചേർക്കാം. കേരള ഈസ് ഗോഡ്സ് ഓൺ കൺട്രി. പക്ഷെ ആ ഗോഡ്സ് ഓൺ കൺട്രിയിൽ കേരളത്തിൻ്റെ പർദീസ, an exotic blend of geography, resources, mountains, lakes. You all know what I'm talking about, the district of Wayanad. വയനാട് ഇന്ന് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നമ്മുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റായിട്ട് മാറിക്കഴിഞ്ഞു, ഫോർ നോട്ട് എ വെരി ഗുഡ് റീസൺ. ഇന്ന് വ്യൂ പോയിൻ്റ് എന്ന സെഗ്മെൻറ്റിൽ ഫ്രം ദ 973 ഷോ ഞങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ വാർത്താ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് ഡിസാസ്റ്ററിനപ്പുറം പ്രവാസ ലോകത്തു നിന്നും വയനാടിൻ്റെ ശബ്ദമാണ്. ഞാനിത് പറയാൻ കാരണം, പഠിക്കുന്ന സമയം മുതൽ എനിക്ക് വയനാട്ടുകാർ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 25 വർഷമായി ബഹ്റൈനിൽ, ഇവിടെയും വയനാട്ടുകാർ സൗഹൃദങ്ങളുണ്ട്. ഇവരിലെല്ലാം കാണുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ എക്സോട്ടിക് ബ്ലെൻഡ് വയനാട്ടിൽ കൊടുക്കുന്നതിൽ ഒരു മേജർ ഇൻഗ്രീഡിയൻറ്റ് അവിടുത്തെ ആൾക്കാരാണ്, ജനങ്ങൾ. ഇഫ് യു ടോക്ക് അബൌട്ട് വയനാട് റെസിഡൻസ് അല്ലെങ്കിൽ വയനാട് നേറ്റീവ്സ്, ദേ ആർ വെരി സിമ്പിൾ, ഡൗൺ ടു എർത്ത്, ഹംബിൾ, ഹാർഡ് വർക്കിംഗ്. അങ്ങനെയുള്ള ആൾക്കാരാണ് എല്ലാവരും. അവർ ഏത് നിലയിൽ, സ്റ്റുഡൻസായിട്ട് ഞാൻ പരിചയപ്പെട്ടവരുണ്ട്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, മറ്റ് സിറ്റീസിൽ വന്ന് താമസിക്കുന്നവരുണ്ട്. പക്ഷെ അവരുടെ ആ സിംപ്ലിസിറ്റി അതിവിടെ ബഹ്റൈനിലും കാണുന്നുണ്ട്. ഇപ്പോൾ വയനാട് നമ്മുടെ എല്ലാം ഒരു സങ്കടം, ഒരു ദുഃഖമായിട്ട്, ഒരു നാഷണൽ ഡിസാസ്റ്ററായിട്ട് നമ്മളതിനെ കാണുന്നു. ലോകം മുഴുവനും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് കാണുന്നുണ്ട്. റെസ്ക്യൂ ഓപ്പറേഷൻസ് ആർ സ്റ്റിൽ ഓൺ. ജൂലൈ 30 സംഭവിച്ച, നിമിഷങ്ങൾക്കകം സംഭവിച്ച ഒരു ഡിസാസ്റ്റർ. നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകൾ, ചൂരൽമല അല്ലെങ്കിൽ അട്ടമല, മുണ്ടക്കൈ എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ആൾക്കാരെവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. സങ്കടങ്ങളുടെ കഥകൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അതിനുള്ള ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് വരുന്നുണ്ട്. പൊളിറ്റിക്കലായിട്ടായാലും എൻവയൺമെൻറ്റലായിട്ടായാലും നാച്ചുറൽ ഡിസാസ്റ്റർ, കലാമിറ്റി, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ഏറ്റവും ഓത്തൻറ്റിക്കായിട്ട് സംസാരിക്കാൻ പറ്റുന്നവരാണ് വയനാട്ടുകാർ. അതുകൊണ്ട് ഇന്നത്തെ ഈ സെഗ്മെൻറ്റിൽ പ്രവാസ നാടും വയനാടും, ദ വോയിസ് ഓഫ് വയനാടിലേക്ക് വി ഹാവ് എ ഹാൻഡ്ഫുൾ ഓഫ് വയനാട് റെസിഡൻസ് ലിവിങ് ഇൻ ബഹ്റൈൻ. ഇപ്പോൾ നമ്മളോടൊപ്പം ലൈവായിട്ട് ചേരുന്ന 3 പേരും, അതുകൂടാതെ 3-4 പേര് അവരുടെ വ്യൂ പോയിൻറ്റ്സ് ഓൺലൈനായിട്ടും ഷെയർ ചെയ്യുകയാണ്. വിത്ത് മീ ഈസ് ജെമി ജോൺ, ജയകുമാർ വയനാട് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്, പിന്നെ ജോബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു വെരി മച്ച്. നമുക്ക് ജെമിയിൽ നിന്ന് തുടങ്ങാം, ബീയിങ് ദ ഓൺലി ഫീമെയിൽ ഓൺ ബോർഡ്. ജെമി, വയനാട് എവിടെയാണ്? ഞാൻ വയനാട്ടിൽ അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
അമ്പലവയൽ. ഈ ഇൻസിഡന്റ് നടന്നതിന് ഒത്തിരി ദൂരെയാണോ അത്? നമ്മുടെ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 30 to 40 minutes ഡ്രൈവ് ചെയ്യാനുള്ള സ്ഥലമാണ്. അതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കറക്റ്റായിട്ടല്ല, ഞങ്ങൾ പോകാറുണ്ട് ആ ഏരിയയിലൊക്കെ, പക്ഷെ അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു ഡിസാസ്റ്ററിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ജൂലൈ 30, എനിക്ക് 31, വി ഓൾ വോക്ക് അപ്പ് ടു ദാറ്റ് ഡിസാസ്റ്റർ. ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു ജിമിക്ക്? ജിമി എന്താ ചെയ്തത്? രാവിലെ ഞാൻ 6-6:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പം ഞാൻ ബഹ്റിൻ മീഡിയ സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രാൻസിസ് സാറിൻ്റെ മെസ്സേജാണ് എനിക്ക്, കുറേ ഫോർവേഡ് മെസ്സേജസാണ് എനിക്ക് ഫോണിൽ ആദ്യം തന്നെ. അപ്പോൾ നോർമലി സാറിൻ്റെ മെസ്സേജിനെ ആദ്യം നോക്കുക, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഫോർവേഡ് മെസ്സേജ് ആയതുകൊണ്ട് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ആളുകൾ കരയുന്ന പോലെയൊക്കെയുള്ള മെസ്സേജുകൾ, അതായത് രക്ഷിക്കണം, ഇങ്ങനെ ബ്ലഡ് വേണം, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും എത്തിപ്പെടാൻ പറ്റുന്നവരൊക്കെ എത്തിപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ്. അതിൻ്റെ താഴെ ഒരു കോട്ട് പോലെ വയനാട് ചൂരൽമല ഇങ്ങനെ ഉരുൾപൊട്ടി എന്ന് കണ്ടു. അപ്പോൾ ചൂരൽമല എന്ന് പറയുമ്പോൾ അത് വയനാട് നമ്മുടെ സ്ഥലമാണല്ലോ എന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു. തലേദിവസമൊക്കെ വീട്ടിൽ വിളിച്ചപ്പോഴും ഒക്കെ ഭയങ്കര മഴ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നു വിചാരിക്കുന്നില്ല. എങ്കിലും ഉരുൾപൊട്ടി, ലാൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ ഒരു ചെറിയ രീതിയിൽ കേട്ടിട്ടുണ്ട്, അപ്പം ചെറിയ രീതിയിലായിരിക്കും എന്നൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചത്. അന്നേരം ശരിക്കും പറഞ്ഞാൽ മരണമെന്ന് റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഒന്നിലേക്കും പോയില്ല. വേഗം എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ അനിയത്തിനെയാണ്. അവരാണ് ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അപ്പം ഞാൻ വേഗം തന്നെ രാധേച്ചി എന്ന് പറഞ്ഞേ അവരെ വിളിച്ചു. അവരുടെ മകളെ വിളിക്കുകയല്ല, കോൺടാക്ട് ചെയ്തു. അവർ രണ്ടുപേരും മെസ്സേജ് അയച്ചു, ഗീതേച്ചിയൊക്കെ സേഫാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർ സേഫാണ്, പക്ഷേ അവർ വീട്ടിലുണ്ട്, പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല, അവർക്ക് ചുറ്റും വെള്ളമാണ്. അപ്പോൾ ആംബുലൻസ് വന്നിട്ട് ഇവരെ വണ്ടി വിട്ട് അവരെ കൊണ്ടുവരാമെന്നൊക്കെ ശ്രമിക്കും, പറ്റുന്നില്ല. വഴിയിലെല്ലാം മരങ്ങൾ വീണ് കിടക്കുന്നു. അപ്പോൾ അത് മുറിച്ച് മാറ്റി വണ്ടികൾ പോകൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് പിന്നെ ആംബുലൻസ് വന്ന് അവരെ വീട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, അപ്ഡേറ്റ് ചെയ്യാൻ ജെമി എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബൊക്കെ നോക്കുന്നത്. യൂട്യൂബിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അന്നേരം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 40ഓളം മരണമായി എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് കുറച്ചൊക്കെ ഒരു ടെൻഷൻ, നല്ലപോലെ ടെൻഷൻ തോന്നി. വീട്ടിൽ വിളിച്ചു, വീട്ടിൽ അവരൊക്കെ സേഫാണെന്ന് പറഞ്ഞു. നമുക്ക് ഓക്കെ, നമ്മുടെ വീട്ടുകാരും നമുക്ക് പ്രിയപ്പെട്ടവരും ഒക്കെ സേഫ് ആണെങ്കിലും നാട്ടുകാരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളവരാണ് വയനാട്ടുകാർ. നമ്മൾ വല്ലാതെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ തൊട്ടേ നമ്മൾ ഫുൾ ടൈം ഇതിങ്ങനെ അപ്ഡേഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജെമി പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞത്. വയനാട്ടുകാർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടുമായിട്ട് വളരെ ഒരു ഇഴുകിച്ചേർന്ന ബന്ധമുള്ള ആൾക്കാരാണ്. ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഫാമിലീസ് എല്ലാം വളരെ ക്ലോസ് നെറ്റാണ്. അപ്പം കുടുംബത്തിലല്ലെങ്കിൽ പോലും എന്നാൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചതും. ജയകുമാർ എങ്ങനെയായിരുന്നു ഇത് ആദ്യം കേട്ടപ്പോൾ? ജയകുമാറിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ ഏകദേശം ഒരു 4 മണിയോട് കൂടിയിട്ട് കുറേ മെസ്സേജുകൾ ഇങ്ങനെ രാവിലെ, സാധാരണ ഒരു 6-7 മണിക്ക് എഴുന്നേറ്റ് ഓഫീസിൽ പോകുന്ന സമയമാണ്. പക്ഷെ തലേദിവസം കിടക്കാൻ വൈകി. പക്ഷേ 8 രാവിലെ മൊബൈലിൽ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് വന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി, കുറേ ഫോർവേഡ് മെസ്സേജ്, അതിൻ്റെ പുറകെ കുറേ കോൾസ് വരുന്നു എനിക്ക്. എടാ ഫാമിലി സേഫാണോ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഞാൻ അപ്പോൾ എടുത്ത് മെസ്സേജുകൾ നേരെ ചാനൽ വെച്ചും കംപ്ലീറ്റ് ചാനലിൽ ലൈവ് പോകുന്നു. സത്യം പറഞ്ഞാൽ കേട്ട ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ, കൊച്ചിനും ഫാമിലിയൊക്കെ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു, അവർ റിലേറ്റീവ്സ് അവിടെ ഉണ്ട് ഒരുപാട് പേര്. എനിക്ക് പെട്ടെന്ന് ഈ ചുരൽമല എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ ഒരു ബലം അങ്ങ് പോയി, എൻ്റെ ശരീരത്തിന് ഒരു ഭാരം കുറഞ്ഞൊരു അവസ്ഥയിലായിപ്പോയി, ഒരു മൊമെൻ്റ് ആയിപ്പോയി. ഞാൻ തളർന്നു പോയി. ആക്ച്വലി ഞാനപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ് ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് നോക്കിയപ്പം നമ്മളേറെ അടുത്തറിയുന്ന അല്ലെങ്കിൽ ഒരുപാട് യാത്ര ചെയ്തിട്ട് ഒരുപാട് മേഖലകളിൽ പോയിട്ടുണ്ട്. കാര്യം ഫാമിലി റിലേറ്റീവ്സ് ഉള്ള കാരണം തന്നെ അവിടെ ആ മേഖലയായിട്ട് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അല്ലാതെ തന്നെ കുറേ പേഴ്സണൽ ബന്ധങ്ങളുണ്ട്, സ്പോർട്സ് മുഖേനൊക്കെ കിട്ടിയിട്ടുള്ള കുറച്ച് ബന്ധങ്ങളുണ്ട്. പിന്നീട് കേൾക്കുന്നതെന്ന് വെച്ചാൽ പലരെക്കുറിച്ചും ഒരു വിവരമില്ല, അബ്സ്കൗണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടോ ഇല്ലയോ, വിളിച്ചാൽ ഫോണില്ല, കംപ്ലീറ്റ്ലി ആരുമായിട്ട് ഒരു കണക്ഷൻ കിട്ടുന്നില്ല. പിന്നെ കൂടെ പഠിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഫാമിലീസ് ഉണ്ട്, അവരെ വിളിച്ചപ്പോൾ 1-2 ഫാമിലി സേഫാന്ന് പറയുന്നു. 1-2 പേരുടെ അറിയുന്നവരെ കുറിച്ച് ഒരു വിവരമില്ല. മണ്ണിലാണോ അതോ മുകളിലാണോ എവിടെയാണെന്ന് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അവരായിട്ട് നടത്താൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിൽ പിന്നെ നോക്കും ബ്ലഡ് വേണമെന്നുള്ളത് വരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ അവിടെ അറിയുന്ന കുറച്ച് പേരുണ്ട്, അവിടെ നമ്മുടെ ക്ലബിലൊക്കെ ഈ രജിസ്ട്രേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാൻ പറയുന്നു. പക്ഷേ ആ വെളുപ്പാങ്കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രകൃതിസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം ഈ വയനാട്ടിൽ, ഈ ചുരൽമല മേപ്പാടിയോ കഴിഞ്ഞ് അങ്ങോട്ട് പോണ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഒരു മലയടിവാര, വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ആ സ്കൂളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പുഴയരികിൽ. ഇതുപോലെ ഒരു ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ളൊരു ഭംഗിയുള്ളൊരു സ്കൂളൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കേരളത്തിലേക്ക് ഇത്രയും ഭംഗിയായിട്ടുള്ള സ്ഥലം ഉണ്ടാവുന്നുള്ളത്.
കുഞ്ഞു കുഞ്ഞ എന്താ പറയുക, ചെറിയ ചെറിയ 2-3 ടൗണുകൾ, അതെല്ലാം കണക്റ്റാണ്. ഇപ്പം മറ്റ് സ്ഥലങ്ങളിലൊക്കെ വെച്ചാൽ നമ്മൾ അയൽവക്കാരൊക്കെ ആയിട്ടൊരു കണക്ഷൻസ് ഒക്കെ പൊതുവെ കുറവായിരിക്കും. പക്ഷെ അവിടേക്ക് നമ്മുടെ ആ ഒരു ഗ്രാമീണ മേഖല ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ടും ഒരു ചെറിയൊരു ഫംഗ്ഷൻ വന്നാൽ പോലും നമ്മൾ അവരൊക്കെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു ഇതാണ്. പക്ഷെ ഇവിടെ ഈ സംഭവിച്ചപ്പോൾ ഈ ഒത്തൊരുമിച്ച് നിന്ന് എല്ലാവരും ഒരുമിച്ച് അങ്ങ് പോയി. അത് എത്രത്തോളം നമ്മളെ മാനസികമായിട്ട് തളർത്തുന്നു ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് പോലും ഞാൻ ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് വരുമ്പം ഈ ചാനൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയൊരു മൊമെന്റ് ഒരുപാട് ഉണ്ടായിട്ട് ഞാൻ ശരിക്കും എനിക്ക് കണ്ണ് വിങ്ങി ഞാൻ ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട് വണ്ടിക്കകത്ത്. നമ്മളായിട്ട് ചിലപ്പോൾ നേരിട്ട് നമ്മളായിട്ടൊരു ബ്ലഡ് റിലേഷനുള്ള ആൾക്കാരല്ല, പക്ഷെ എൻ്റെ നാട്ടുകാരല്ലേ വയനാട്ടുകാർ. എന്തോ അതെ, നമ്മൾ ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തം, പ്രത്യേകിച്ച് നാഷണൽ കലാമിറ്റീസിനെയൊക്കെ കുറിച്ച് വളരെ ഈസി ആയിട്ട് ഒരുപാട് നമ്മൾ സംസാരിക്കും. അത് വാർത്തകളിലായാലും ഇതുപോലുള്ള ഫോറമിലായാലും സംസാരിക്കാൻ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് അത് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഡെപ്ത്. നമ്മുടെ മുറ്റത്തൊരു സംഭവം ഉണ്ടാകുമ്പോഴേ നമുക്കത് നേരിട്ട് ഹിറ്റ് ചെയ്യത്തുള്ളൂ. അത് എത്രത്തോളം കൊള്ളുന്നുള്ളത് ഞാൻ ശരിക്കും മനസ്സിലാക്കി. ബിക്കോസ് ഈ പുത്തുമല ദുരന്തത്തിന് മുമ്പ് നടന്നൊരു ദുരന്തം നടന്നു. ആ സമയത്ത് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീടൊക്കെ പോയി, അവർക്ക് വേറെ വീട് കിട്ടുകയൊക്കെ ചെയ്തു, അവർ മാറി. പക്ഷേ ഇപ്പം നടന്നതെന്ന് പറഞ്ഞാൽ അതൊരു കുന്ന് മൊത്തത്തിൽ ഒലിച്ചിറങ്ങി പോകുന്നത് മാത്രമല്ല, പലർക്കും വന്നിട്ട് നമ്മുടെ വീട് ഇന്നതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് പോലും ഇല്ല പല സ്ഥലങ്ങളിലും. സ്വന്തം അമ്മയും പെങ്ങളും മുന്നിൽ ഒഴുകി പോകുമ്പോൾ നിസ്സഹാവസ്ഥയോടെ നോക്കി നിൽക്കുന്ന ഒരു ആളെ കുറിച്ചൊക്കെ ഒരുപാട് കഥകൾ അങ്ങനെ കണ്ടിരുന്നു. ശരിയാണ്, അത് ജയകുമാറിന് വളരെ ഫീൽ ചെയ്യും, എനിക്കത് മനസ്സിലാവും. ജോബി വയനാട് എവിടെ നിന്നാണ്? ഞാൻ വയനാട് ശരിക്ക് കൽപ്പറ്റ ചെന്നലോട് നിന്നാണ്, കാവും വന്ന ചെന്നലോട്. ഞാൻ ശരിക്കും ബ്രോൺ ആൻഡ് ബോട്ട് വയനാടാണ്. ഞങ്ങളവിടെ എൻ്റെ ഫാമിലി എല്ലാവരും അവിടെ തന്നെയാണ്. ഇപ്പം വൈഫും ഇവരോടുന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. അവരോടെ കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നു. അപ്പോൾ ഒരു 3 വർഷമായിട്ട് ഫാമിലി അവിടെ സെറ്റിൽഡാണ്. ചെന്നലോട്. ഇത് എത്ര ദൂരമുണ്ട്? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്ററോളം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മാത്രമല്ല, ജയകുമാർ പറഞ്ഞ പോലെ ഈ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലം എനിക്കും വളരെ പ്രിയപ്പെട്ടൊരു സ്ഥലമാണ്. കാരണം വയനാടിൻ്റെ ഒരു സൈഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയൊരു ബോർഡർ പോലെയാണ് ശരിക്കും. അത് കഴിഞ്ഞ കുറച്ചുകൂടി സ്ഥലം ഉണ്ടെങ്കിലും ഇത്ര മനോഹരമായൊരു പ്രദേശം വയനാട്ടിൽ എല്ലായിടത്തും തന്നെ വളരെ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്, കാണേണ്ട സ്ഥലങ്ങളാണ്. ഇപ്പോൾ പോലും പോയാലും നമ്മൾ മടുക്കില്ല എവിടെയും. എപ്പോഴും നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിനോട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചുറ്റിയാണ് പോവുക. അതായത് ഓക്കെ ഇപ്പോൾ പോകുമ്പോൾ ഈ സ്ഥലം കാണണം, തിരിച്ചു വരുമ്പോൾ സ്ട്രെയിറ്റ് പോകത്തില്ല ഒരു കാരണവശാലും. അതായത് ഏത് വഴിക്കാണ് പോകാൻ എളുപ്പം, അത് അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അവർക്കും കാണാനുള്ള എളുപ്പം. പിന്നീട് ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇപ്പോൾ ഒരു 2-3 മാസം കൂടുമ്പോൾ ആ കാണുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് ഓരോ ഏരിയയും മാറ്റം ഉണ്ടാകും. ഇപ്പം ഡിസംബറിലുള്ളതും ഏപ്രിലുള്ളതും അല്ല, അതുപോലെ ആ വ്യൂ എപ്പോഴും മാറ്റമായിരിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ പറഞ്ഞ ഈ ചുരൽമല ഏരിയ എന്ന് പറഞ്ഞാൽ. അതായത് വളരെ സ്റ്റീപ്പായിട്ട് നമ്മുടെ തേയില ചെടികളും കാലാവസ്ഥയുടെ തണുപ്പ്, അതൊരു ബാക്കിയുള്ള നമ്മുടെ വയനാട്ടിൽ എല്ലായിടത്തും തന്നെ തണുപ്പുണ്ടെങ്കിൽ പോലും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു കാലാവസ്ഥ തണുപ്പ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാടികൾ നമുക്ക് കാണാം. അതായത് ഇതിൻ്റെ ഈ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് താമസിക്കുന്ന ആൾക്കാർ, സാധാരണ വളരെ നാച്ചുറലായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ പോലും നോക്കുവാണെങ്കിൽ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാം മണ്ണിട്ട റോഡാണ്. മണ്ണിട്ട റോഡ് ശരിക്കും വളരെ വീതിക്ക് പോകുന്നുണ്ട്. അതിലൂടെ ജീപ്പ് പോകുന്നു, അല്ലെങ്കിൽ ആൾക്കാർ നടന്നു പോകുന്നു. ഇതൊക്കെ സാധാരണ നാച്ചുറലായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ. അതുപോലെ തന്നെ സൂചിപ്പാറ, കാന്തമ്പാറ വെള്ളച്ചാട്ടം, ഇതൊക്കെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊരു 15 പ്രാവശ്യമെങ്കിലും ഈ സൂചിപ്പാറ, കാന്തമ്പാറ വെള്ളച്ചാട്ടം ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഫസ്റ്റ് ആയിട്ടുള്ള 1-2 സ്റ്റെപ്പേ കാണാൻ പറ്റുള്ളൂ. ഇതിന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടങ്ങളുടെ ഒരു കലവറയാണ്. അത് കാണുകയെന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി കുളിക്കുക എന്നാൽ കുറച്ച് റിസ്ക്കൊക്കെയാണ്. ശരിയാണ്, ഞങ്ങൾക്കെല്ലാവർക്കും നീന്തൽ അറിയാൻ. അന്നതൊന്നും ചിന്തിച്ചില്ല നമ്മൾ. അന്നങ്ങനെ ഒരു സെറ്റിംഗ്, അതായത് അങ്ങനെ ആരെയും ക്ലോസ് ചെയ്ത് നിർത്തുന്നൊന്നുമില്ല. നമുക്ക് പോകാം, നമ്മുടെ അവിടെയുള്ള കൂട്ടുകാരോടെ പോകുന്നു, കാണുന്നു, താഴോട്ട് ഇറങ്ങി പോകുന്നു. ഒരു ദിവസം ഫുള്ളായിട്ട് അതിലൂടെ നടന്നിറങ്ങി 10-15 കിലോമീറ്റർ നടന്ന് തിരിച്ചു വന്നു. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ആ പാറയിലൂടെ അള്ളിപ്പിടിച്ച് കയറി. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പിന്നീട് നമ്മൾ പല പ്രാവശ്യം ഫാമിലിയായിട്ട് പോയപ്പോഴും അടുത്തുനിന്ന് കാണുക എന്നുള്ളതല്ലാണ്ട് ഇതിൻ്റെ താഴോട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റുന്നില്ല. അതൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഏരിയ ആയിട്ട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എൻ്റെ പഴയ കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് അവിടെ, പഠിച്ച കൂട്ടുകാരൊക്കെ. പക്ഷേ കുറേ ആൾക്കാർ, ഒരു പരിധിവരെയുള്ള ആൾക്കാർ അവിടെ നിന്ന് വിട്ട് വയനാട്ടിൽ തന്നെ ഉണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് മാറി താമസിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും കല്യാണം കഴിച്ച ഫാമിലി അവിടെ ഉണ്ട്, അവരും ഒരു പരിധിവരെ വേറെ സ്ഥലങ്ങളിലായതുകൊണ്ട്
ഡയറക്റ്റ്ലി അഫക്റ്റഡ് ആയിട്ട് ആരെയും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം ഇതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട്, ആരൊക്കെയാണ് ഇനി വരാമോ. നമ്മളിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു ഫാമിലിയൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ റിപ്പോർട്ടൊക്കെ വരണമെങ്കിൽ നമ്മളിപ്പം അത്ര ഒരു ക്ലോസ് കണക്ഷൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ഫാമിലീസ് ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ടെങ്കിലും ഒരുപാട് വളരെ വിഷമമുണ്ട്. ശരിക്ക് നമ്മുടെ ഒരു ചങ്ക് പറിച്ച് പോകുന്നൊരു അനുഭവമാണ്. ശരിക്കും ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ഇതിൽ നമ്മൾ നിസ്സഹായര, അതായത് പ്രകൃതിയുടെ ഒരു വിളയാട്ടെന്നുള്ളതല്ലാണ്ട്. നമ്മളിത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നതിന് ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ തടയാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ സംഭവിച്ചു നിൽക്കുന്ന ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. നമ്മളെല്ലാം വളരെ നിസ്സഹായരായിട്ട് പലപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും പറഞ്ഞു ആ നാച്ചുറൽ ബ്യൂട്ടി ഇല്ലേ, പ്രകൃതി എത്ര ഭംഗി, എത്ര ശാന്തമാണ്. പക്ഷേ എന്തുകൊണ്ട് പ്രകൃതിക്ക് ഇങ്ങനെ ഒരു മുഖം വരുന്നു, അതിന് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നമ്മുടെ തോട്ട്സ് എല്ലാം തന്നെ അവരോടൊപ്പം. ഞാൻ ജോബിയോട് തന്നെ വീണ്ടും ചോദിക്കുക. ജോബി പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, ഒരു ഭയമില്ലേ തിരിച്ച്. ഇപ്പം നിങ്ങൾക്ക് ഈ വയനാട്ടുകാർക്ക് ഒരു അവരുടെ സ്ഥലത്തിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, പലരുമായിട്ട് സംസാരിക്കാൻ കിട്ടിയത് എത്ര കൊടുത്തെന്ന് പറഞ്ഞാൽ അവർ അവിടുന്ന് പോരാൻ തയ്യാറാവില്ല, അവരുടെ സ്ഥലത്തിനോടൊരു അറ്റാച്ച്മെൻറ്റ്. പക്ഷേ ഇത്രയും ഭയാനകമായ ഒരു അവസ്ഥയാണ് ഇപ്പം വയനാട്ടിൽ. നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുമ്പോൾ പലരും കരച്ചിൽ, ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് പറയുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾക്ക് പേടിയാണ് അങ്ങോട്ട് പോകാമെന്ന് പറയുന്ന. അങ്ങനെയുള്ള ഒരു അവസ്ഥ എങ്ങനെ നോക്കിക്കാണുന്നു തിരിച്ച്? ഇനി വയനാടിനൊരു സേഫ്റ്റി അങ്ങനെ എന്തെങ്കിലും ഒരു കൺസേൺ ജോബിയുടെ മനസ്സിൽ തോന്നുന്നു? പ്രത്യേകിച്ചും ഭാര്യകളൊക്കെ അവിടെയുണ്ട്. വയനാടിൻ്റെ ലാൻഡ്സ്കേപ്പ് എല്ലാം അങ്ങനെ തന്നെയാണ്, ദൂരെ ആണെങ്കിലും മാറിയാണെങ്കിലും. അങ്ങനെ ഒരു ഫിയർ തോന്നിയോ എപ്പോഴെങ്കിലും? ശരിക്കൊരു പേടിയുണ്ട്. കാരണം അതായത് ഒന്ന് നമ്മുടെ ഫാമിലി എല്ലാവരും അവിടെയാണ്. ഇപ്പം എൻ്റെ ഭാര്യ അല്ലെങ്കിൽ പോലും എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛനും അമ്മ, കുടുംബം, അനിയന്, അവരെല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ അവർ റിലേറ്റീവ്സ് എല്ലാവരും, ഫാമിലി എല്ലാവരും, ഒരുപാട് ആൾക്കാർ വയനാടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആരും അവിടുന്ന് മാറുന്നൊരു സാഹചര്യം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതായത് അങ്ങനെ ഒരു ചിന്തയെ ഞങ്ങൾക്കില്ല. അതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണ്ട് മുതൽ ഇത് ചെയ്യാമായിരുന്നു. കാരണം ഇതിനു മുമ്പും ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാനേ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മേപ്പാടിയിലുള്ള താമസക്കാരെ, ഈ ചൂരമലയിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, മലയടിവാരത്തിൽ കുറച്ച് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ അവരോട് പോലും നിങ്ങളിപ്പോൾ ഒരു അവർ സ്വപ്നം കാണാൻ പറ്റാത്തൊരു പൈസ കൊടുത്തിട്ട് നിങ്ങളിവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞാൽ അവരാരും പോകത്തില്ല. അവർക്ക് അവിടെ എന്ന് പറഞ്ഞാൽ ജന്മമായിട്ട് അവിടെ കിട്ടിയൊരു ഭൂമി, അവിടെയുള്ള ഭൂമിയിൽ എന്തെങ്കിലും പണിയെടുത്ത് അവിടെ നിന്നുള്ള കാര്യങ്ങൾ ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ ആ കാറ്റും കൊണ്ട് ആ തോട്ടിൽ അല്ലെങ്കിൽ ആ പുഴയിൽ കുളിച്ച്, ഇതൊക്കെ തന്നെയാണ് അവരുടെ ഒരു ഭംഗി. അതല്ലാണ്ട് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമുക്ക് ഈ ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മാർച്ച് ഏപ്രിൽ മാസം ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും പോയിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അതായത് ഇവിടെ ഇപ്പോൾ എ സിയിൽ ഇരിക്കുന്ന പോലെയല്ല. വയനാട് വിട്ട് നമുക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും അവിടെ ആ ഹ്യൂമിഡിറ്റി താങ്ങാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു കാലാവസ്ഥയിലാണ് വയനാട്ടിൽ ജീവിക്കുന്നത്. അതുമാത്രമല്ല, ബാക്കി അതുകൊണ്ട് മാത്രമല്ല, എല്ലാം നാച്ചുറലാണ്. നമ്മുടെ ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഉള്ള ബന്ധങ്ങളും ഒക്കെ കുറച്ച് ഈ പിന്നെ പറഞ്ഞ പോലെ കുറച്ച് വന്യമൃഗ ശല്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നും അതൊന്നും നമ്മൾ തള്ളിക്കളയുന്നത്. ചിലപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മുടെ വീട്ടിന് മുമ്പിൽ ആന ഉണ്ടാവും, അല്ലെങ്കിൽ കടുവ ഉണ്ടാവും. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചോളം, വയനാട്ടുകാരെ സംബന്ധിച്ചുള്ള വലിയൊരു പേടി എന്നുള്ള സംഭവമല്ല. കാരണം ഇതിനു മുമ്പ് അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിത് ഇനിയും നേരിടാൻ തയ്യാറാണ്. ഇപ്പം അങ്ങോട്ട് പോകുന്തോറും നമുക്കറിയാം ഇതിപ്പോൾ എന്തായാലും കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. അപ്പോൾ നാടെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും, കാടെന്ന് പറഞ്ഞാൽ കാട്ടുകാർക്കും. നമ്മളത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു കാരണവശാലും കാടിന് ഉള്ളിൽ കയറിയും മൃഗങ്ങളെ ഉപദ്രവിക്കാനോ, അവരിങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും ഒക്കെ ഏതെങ്കിലും രീതിയിൽ ഇത് ഒരു കോംപ്രമൈസ് ഉള്ളതിൽ പോവുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതല്ലാണ്ട് പേടിയുണ്ട്. ശരിയാ പറഞ്ഞതുപോലെ. ഇപ്പോൾ ഇത് നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ, നിസ്സഹായ അവസ്ഥയിൽ കണ്ടു നിൽക്കുമ്പോൾ ശരിയാ വളരെ ഒരു പേടിയുണ്ട്. പക്ഷേ ഇത് വിട്ടിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പോകാൻ പറ്റില്ല. നമുക്കിപ്പോൾ പറ്റില്ല, പോകാനൊന്നും നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും സാധിക്കില്ല. നമുക്കിപ്പം എവിടെ താമസിക്കണമെന്ന് വെച്ചാലും ആരും പോകില്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ വരുന്നു, നമുക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യം കൊണ്ട് നമ്മളിവിടെ വരുന്നു, അല്ലെങ്കിൽ ആ ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ടൗൺ ഏരിയയിൽ പോയിട്ട് താമസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ പണിയെടുക്കുന്നത് തന്നെ ഏതെങ്കിലും റിട്ടയർമെൻ്റ് ഉള്ള സമയത്ത് നാട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് താമസിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോഴത്തെ ബിസി ലൈഫിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ, അത് വേറൊരു കേസ്. പക്ഷേ എങ്കിൽ പോലും ഇവിടെയുള്ള ആരും, ഈ മേഡം പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. വയനാട്ടുകാരെ സംബന്ധിച്ചോളം ഈ വർക്കുകളും അല്ലെങ്കിൽ ഈ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അവർ ചെറുപ്പം പോലെ കണ്ടു വളർന്നിട്ടുള്ള ദുർഘടമായ വഴികളിലൂടെ പോയിട്ട്, അല്ലെങ്കിൽ എല്ലായിടത്തും വണ്ടി എത്തി ഇറങ്ങുന്ന സ്ഥലങ്ങളൊന്നും അല്ല. ഓക്കെ, അത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ
വളരെ കുറച്ചു കാലം മുമ്പ് മാത്രം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സൗകര്യങ്ങളാണ്. അപ്പം ഇതൊന്നും ഞങ്ങളെ ഒരു കാരണവശാലും പേടിപ്പെടുത്താനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതിൽ നിന്ന് ഒളിച്ചോടാനായിട്ടോ അങ്ങനത്തെയുള്ള ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കിത് നേരിടണം തന്നെയാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വയനാട്ടിൽ ഉണ്ടാവരുത്, ശരിയാണ്. പക്ഷേ അതെ, ഉണ്ടാവാൻ പാടില്ല എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി തന്നെ ആയിരിക്കണം നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യേണ്ടത്. പിന്നെ കേരളത്തിൻ്റെ ഒരു ടെക്സ്ചർ, ഒരു നേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഏതും നമ്മൾ ഓവർകം ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ട്, പാസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഇതിനും നമ്മൾ ഓവർകം തന്നെ ചെയ്യും. കേരളം, വയനാട് ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. അതാണല്ലോ നമ്മൾ കാണുന്നത്. ഇപ്പം ആമി വന്നു, അല്ലെങ്കിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരെല്ലാവരും വയനാട്ടുകാരൊന്നുമല്ല, എല്ലാവരും വന്നു എല്ലാ രീതിയിലും. അപ്പോൾ ഇവിടുത്തെ ബഹ്റിനിൽ അറിയപ്പെടുന്ന വയനാട്ടുകാരനാണ് അജിത് നായർ. അജിത് നായർ അൺഫോർച്ചുനേറ്റ്ലി അജിത്ത് ഇവിടെ ഇല്ല. അജിത്ത് സ്റ്റക്കായിപ്പോയി നാട്ടിൽ. അജിത്ത് നമുക്കൊരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അജിത്ത്. ഞാൻ വയനാട് സ്വദേശിയാണ്. 1995 മുതൽ ബഹ്റിനിലുണ്ട്. ഇപ്പോൾ ബഹ്റിനിൽ ആദ്യമേ വന്ന സമയം തന്നെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായത് വയനാടിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് ബഹ്റിനിലെ മലയാളികൾക്ക്. കാരണം വയനാട്ടിൽ, കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വയനാട്ടിലുണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സ്കൂളിലൊക്കെ അധ്യാപകരൊക്കെ പല പല ജില്ലകളിൽ നിന്നുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സംസാര രീതി പോലും കേരളത്തിൽ നിന്നുള്ള ഏത് ജില്ലയിൽ നിന്നുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കാൻ സാധാരണ ആളുകൾക്ക് കഴിയാറില്ല. വയനാടിൻ്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. TV അതുപോലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും വയനാട് പലർക്കും ഒരു ഒഴിവുകാല വസതി പോലെയാണ്. ഭംഗിയുള്ള ഭൂപ്രദേശം, കാഴ്ചകളിൽ മുകളിലാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിൻ്റെ കാവലാളാണ്. ശരിക്കും ഒരു ചെടി പോലും അനാവശ്യമായിട്ട് പിഴുതു മാറ്റാൻ നമ്മൾ മനുഷ്യർക്ക് അവകാശമില്ല. ഒരു തരത്തിൽ അട്ടമല ഉരുപൊട്ടൽ, അത് കഴിഞ്ഞ് കിടക്കപ്പായ വിട്ട് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പേ എത്തിയ ദുരന്തം. ശരിക്കും അതൊരു ഭയങ്കര ഒരു ഷോക്ക് തന്നെയാണ്. ഞാൻ ചൂരൽമല പ്രദേശത്തേക്ക് സൂചിപ്പാറ വെള്ളച്ചാട്ടം അവിടെ ആയതുകൊണ്ട് ബൈക്കിൽ പോയ ഒരു ഓർമ്മയാണുള്ളത്. പിന്നെ 2 വർഷത്തിന് മുമ്പ് ഒരിക്കൽ ബസ്സിലൊന്ന് പോകാൻ വേണ്ടി ക്യാമറ എടുത്ത് ആ വഴിക്ക് പോയി. ശരിക്കും കണ്ണുകൊണ്ട് നോക്കണോ അതോ ക്യാമറയിൽ പതിയണോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്ന സമയം. 4-5 ദിവസത്തെ ഒരു ട്രിപ്പായിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം വയനാട്ടിലേക്ക് വന്നത്. ഞാൻ വന്നതിൻ്റെ 3-ാം ദിവസമാണ് ഈ ഒരു ദുരന്തം. എൻ്റെ അച്ഛനും അമ്മയൊന്നും ഒരു ഷോക്കൊന്നും മാറിയിട്ടില്ല. അറിയുന്നവർ അധികമൊന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഏരിയൽ ഡിസ്റ്റൻസ്, ഒരു 10 കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസ് ഈ സ്ഥലത്തേക്കുള്ളൂ. അപ്പോൾ പലരും മണ്ണിൻ്റെ അടിയിലാണെന്നുള്ളൊരു വേദന, അതെങ്ങനെ മറികടക്കും എന്നുള്ള അറിയില്ല. അതിനോടൊപ്പം അജിത്ത് എന്നോട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപാട് വൈറലായൊരു വാർത്തയാണ്. ഒരു അമ്മ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായി എന്നൊരു വാർത്തയാണ്. അപ്പോൾ അത് കേരളത്തിൽ മാത്രമേ നമ്മൾ കാണുള്ളൂ. മറ്റ് ഒരു പക്ഷേ ഒരു ജനതയ്ക്കും അത് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു രാജ്യക്കാർക്ക് അത് മനസ്സിലാവും തോന്നുന്നില്ല. ആ ഒരു അറ്റാച്ച്മെൻറ്റ് അജിത്ത് അത് വളരെ ഹൈലൈറ്റ് ചെയ്ത് എന്നോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഇൻഡീഡ് അങ്ങനെയുള്ള അമ്മമാർ കേരളത്തിലുണ്ടാവും. അപ്പം ഡെഫിനറ്റ്ലി ദർ ഇസ് ഹോപ്പ്. ഇനി ഇപ്പം ഇത്രയും ദൂരെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഇത്രയും വിങ്ങുന്ന മനസ്സോടുകൂടി ഇരിക്കുന്ന വയനാട്ടുകാരെ, ജെമി, എന്താണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം? ഇനി ഈ ഒരു അവസ്ഥ വന്നു, ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നു, 40 മരണം എന്നുള്ളത് ഇന്നിപ്പം 300 മരണങ്ങളായി അൺഫോർച്ചുനേറ്റ്ലി. അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ നമുക്കറിയില്ല. ഈ റീഹാബിലിറ്റേഷൻ ഒന്നും ചിന്തിക്കാൻ പോലും ആയിട്ടില്ല. എങ്കിൽ പോലും ഇത്രയും ദൂരെ ഇരുന്ന് what do you think we can do for your people, or what do you wish to do? അവിടെ നമ്മൾ ഇപ്പോൾ ചാനലിൽ കാണുമ്പോഴൊക്കെ ഓരോരുത്തരും പറയുന്നത്, എനിക്ക് തോന്നുന്നു അവിടെയുള്ളവർക്കൊന്നും വലിയ വലിയ സ്വപ്നങ്ങൾ പോലും ഇല്ല. വലിയ വീട് വെക്കണമെന്നോ, ആ ചെറിയ വീട് പോലും അവർക്ക് പാലസ് പോലെ അവരുടെ കൊട്ടാരങ്ങളാണ് നഷ്ടപ്പെട്ടത്. അപ്പം അവരുടെ ഓരോരുത്തരുടെയും വാക്കുകളൊക്കെ ഓരോ അമ്മമാരൊക്കെ പറയുന്നത്, ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടത്, ഇപ്പോൾ ഒരാഴ്ചയല്ലേ കൂടിപ്പോയ 1 മാസത്തിനുള്ളിൽ ഈ ഒരു ക്യാമ്പിൽ നിന്ന് പോകേണ്ടി വരും. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ എവിടേക്ക് പോകും എന്നൊക്കെ കാണുമ്പം നമുക്കും അറിയില്ല. ഈ മുണ്ടക്കായ് പോലെയുള്ള സ്ഥലം പിന്നെ ഇനി അത് പുനരധിവസിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പ്രാവർത്തികമാകുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ പ്രവാസ ലോകത്തു നിന്നാണെങ്കിലും എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അവർക്കെല്ലാം ഏതെങ്കിലും രീതിയിൽ അവരെല്ലാം എവിടെയെങ്കിലും, കാരണം പ്രോപ്പർട്ടി അടക്കം കൊടുക്കണം, ലാൻഡ് അടക്കം കൊടുത്തേ അവരെ നമുക്ക് സേഫ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൈകോർത്ത് പിടിച്ചാൽ ഉറപ്പായിട്ടും നടക്കും. എല്ലാ സംഘടനകളും ഒക്കെ ഇതിനായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവുന്നുണ്ട്. നമുക്കൊക്കെ പറ്റുന്ന ചെറിയ എമൗണ്ടാണ്
അതിലേക്ക് നമ്മൾ സംഭാവന ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ ഒരു മാസത്തെ സാലറി എന്നാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം പോയി ഒരു ദിവസം നമ്മളൊരു ഫാമിലി ആയിട്ട് പോയി ഒരു ഹോട്ടലിൽ ചിലവഴിക്കുന്ന ഒരു പൈസ നമ്മൾ കൊടുത്താൽ പോലും എല്ലാവരും കൂടെ മുന്നിട്ട് നിന്നാൽ ഉറപ്പായിട്ടും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും നമുക്ക് നമ്മൾ കൂടെ ഉണ്ട്, ചേർത്ത് പിടിക്കാൻ ആളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. എന്താണെങ്കിലും ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ നടക്കും. ഇനി സഹായങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ചെയ്യാൻ, ജെമി പറഞ്ഞതുപോലെ എല്ലാവരും പറയുന്നത് പോലെ നമുക്ക് ചെയ്യാവുന്നത് ഒരു ചെറിയ തുകയെങ്കിൽ ചെറിയ തുക നമുക്ക് കൊടുക്കാം. അതിനുള്ളൊരു ചാനലുണ്ട്, ഒരു ഒഫീഷ്യൽ ചാനലുണ്ട്. അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് ഫണ്ട്, ഒരു ദുരിതാശ്വാസ ഫണ്ടുണ്ട്. അതിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ പ്രളയകാലത്ത് കണ്ട ഡിസാസ്ട്രസ് ആയ അനുഭവങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, സാധനങ്ങളായിട്ട് ആർക്കും വേണ്ട, സാധനങ്ങളായിട്ട് അയച്ചു കൊടുക്കരുത്, ഫണ്ടിലേക്ക് കൊടുക്കുക. സോ ദാറ്റ് അതൊരു ഓർഗനൈസ്ഡ് സ്ട്രീം ലൈൻ നെറ്റ്വർക്കിങ്ങിലൂടെ അത് എല്ലാവരിലേക്ക് എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജയകുമാറാണ് കഴിഞ്ഞ 2-3 വേദികളിൽ ഞാൻ ജയകുമാറിനെ കണ്ടപ്പോൾ എല്ലാം ജയകുമാർ ഇമോഷണലായിരുന്നു. ഒരു പക്ഷേ ജയകുമാറിന് പേഴ്സണലി അത് വളരെ ഒരു ആൾക്കാരും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം, ബാക്കിയുള്ളവർക്കും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, വയനാട് കൂട്ടായ്മ, ഹരിത വയനാട്. പേര് തന്നെ വളരെ മനോഹരമാണ്. അൺഫോർച്ചുനേറ്റ്ലി സുദീപ് പ്രസിഡന്റ്, സുദീപ് ജോസഫ് അല്ലേ, സുദീപ് സൗദിയിലാണ്, സുദീപിന് എത്താൻ പറ്റിയില്ല. സുദീപ് നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. നമസ്കാരം, ഞാൻ സുദീപ്, ബഹ്റൈനിലെ വയനാട് ജില്ലയുടെ പ്രവാസി സംഘടനയായ ഹരിത വയനാടിൻ്റെ പ്രസിഡൻ്റാണ്. ബഹ്റൈനിലെ വയനാട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടിയ ഒരു 1000 പേരുണ്ടാവും, അതിലൊരു 200 കുടുംബങ്ങൾ ഉണ്ടാവുമായിരിക്കും. ബാക്കിയുള്ള ഇൻഡിവിജ്വൽസും വയനാട്ടിലെന്ന പോലെ തന്നെ ബഹ്റൈനിലും വയനാട്ടുകാർ മുഴുവൻ ഒരു കുടുംബം പോലെ തന്നെയാണ് ജീവിക്കുന്നത്. ബഹ്റൈൻ്റെ ഭൂപ്രദേശം വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു രാജ്യമാണ്. അതേമാതിരി തന്നെയാണ് വയനാട്. 10 പേരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടുകാരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. ഈ ഉണ്ടായ ഒരു ദുരന്തം ഒരു വയനാട്ടുകാരനും ഓർക്കാനും കാണാനും ആഗ്രഹിക്കാത്ത ഒരു ദുരന്തമാണ്. ഞാൻ ആദ്യ ദിവസം TV വെക്കുമ്പം മേപ്പാടിയിൽ ഒരു ചെറിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, ഒരു മരണം ഉണ്ടായിരുന്നു. ആ മരണമാണെന്ന് 250-ൻ്റെ മേലെ. ആദ്യ ദിവസം ഓണാക്കിയ TV ഞാൻ ഇന്നേ വരെ അത് കാണാൻ വേണ്ടി ഞാൻ ഓണാക്കിയിട്ടില്ല, എനിക്ക് കാണാനുള്ള ശക്തിയില്ല. പിന്നെ എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് യാത്ര തുടരുക എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വയനാട് ജില്ലാ കളക്ടറും അതേമാതിരി നമ്മളെ പ്രിയങ്കരനായ നമ്മൾ MLA ഉണ്ട് സിദ്ദിഖ്, പുള്ളിക്കാരനായിട്ട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. ദുരന്തം വന്നു, ഇനി ബാക്കി എന്താണെന്നുള്ളത് ഒരു ചിന്തയും കൂടി ഉണ്ടല്ലോ അതിനകത്ത്. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു ഏകോപനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെയുള്ള എല്ലാ സാമൂഹിക സംഘടനകളും അതിൻ്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ബെഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഡ്രസ്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ വെള്ളമോ ഭക്ഷണമോ മെഡിസിനോ ഒന്നും ആവശ്യമില്ല എന്ന് തൽക്കാലം പറഞ്ഞതിൻ്റെ സ്ഥിതിക്ക് നമ്മളത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ഹരിത വയനാട് എന്ന സംഘടന ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടി യോജിപ്പിച്ച് ഒരു 5 കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുക, അവരെ ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കും, എല്ലാവരും കൂടും എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് ഞാൻ നിർത്തുന്നത്. താങ്ക് യു. ഹരിത വയനാടുകാർ നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തോ? നിലവിൽ നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇപ്പം ഈ ആഴ്ച നമ്മൾ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും ഇപ്പം എല്ലാവരും വെക്കേഷൻ പോയിരിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടെ വന്നിട്ട് ഇപ്പം നമ്മളെ ഒരു ഹരിത വയനാട് സംഘടന എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ആഘോഷങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ കൂടെ ഒരാൾക്കൊരു വയ്യായിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ ഇന്നും ഞെട്ടിയൊരു കാര്യം വെച്ചാൽ വിത്തിൻ 2 hours നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഒരു എമൗണ്ട് നമുക്ക് അന്ന് ഒരു 1.5 വർഷം മുന്നേ ഞങ്ങളത് കളഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഞെട്ടിപ്പോയൊരു മൊമെൻറ്റാണ്. ചെറിയൊരു ആവശ്യമായിട്ട് വന്നു. ചെറിയൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട ആൾക്കൊരു വലിയ ആവശ്യമായിരുന്നു. പക്ഷേ നമ്മളിവിടെ എല്ലാവരും കൂടി ഒരു ഒറ്റക്കൈയായി നിന്ന് പ്രവർത്തിച്ചപ്പം വിത്തിൻ 2 hours നമ്മൾ അവരുടെ ഒരു കാര്യങ്ങൾ സെറ്റിലായി. ഇവിടെ നാട്ടിലുള്ള ആൾ അത് പോയി അവിടെ ചെന്ന് നേരിട്ട് ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തൊരു ഇതുണ്ട് നമ്മളപ്പം ഹരിത വയനാട്. എന്തായാലും അത് നമ്മളിപ്പം BKS പോലുള്ള സംഘടനയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാൽ നന്നായിട്ട് നമുക്കത് അവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പർട്ടിക്കുലർ മേഖലയിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്
100% ഷുവറാണ്. കാരണം അത്രയും ലോല പ്രദേശമാണത്. ഈ സഹ്യാദ്രി പർവ്വതനിരകളിൽ ഏറ്റവും ബലക്ഷയമുള്ള ഏരിയകളിലൊക്കെ ഒരു പെട്ട സ്ഥലങ്ങളാണ് ഈ പറഞ്ഞത്. കാരണം മലയടിവാരത്തിൽ താമസിക്കുന്ന അത്രയും സേഫുള്ള കാര്യങ്ങളുമല്ല. ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് സ്വയം ശ്രദ്ധിക്കുക. കാര്യം ഇത്രയും മഴ പെയ്തിട്ട് പോലും ചേട്ടൻ പറഞ്ഞ പോലെ പേടിയുണ്ടോ എന്ന് മേഡം ചോദിച്ചു. എൻ്റെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ഇപ്പം ആനകളൊക്കെ വന്നിറങ്ങി നമ്മുടെയൊക്കെ വീടിൻ്റെ അവിടെ പോകുമ്പം നമ്മളൊക്കെ അറിയാം വരുന്നുണ്ട്, നമുക്ക് അറിയാം. നമ്മൾ മിണ്ടാണ്ട് അതുങ്ങളെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനൊക്കെ കാടിനോട് ചേർന്ന് ജീവിച്ചിട്ടുള്ള ആളാണ് ചെറുപ്പകാലം തൊട്ട് മൊത്തം. ഇപ്പോഴും അതെ, എൻ്റെ വീടിനോട് ചേർന്ന് ഫോറസ്റ്റാണ്, വലിയ ഫോറസ്റ്റാണ്. നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടൊന്നും ചെയ്യില്ല. അതുപോലത്തെ ഒരു ഇപ്രാവശ്യം തന്നെ ഈ ഫ്ലഡ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആനകൾ മലയിറങ്ങി എന്ന് പറയുന്നു. സമയം ഒരു കൂട്ടം ആൾക്കാരും ചെന്നപ്പോൾ ആന കരയുന്നു എന്ന് പറഞ്ഞു. അവർക്കത് മനസ്സിലായി കൃത്യമായിട്ട്. പക്ഷെ നമുക്കത് എത്രത്തോളം മനസ്സിലായിട്ടെന്ന് ചോദിച്ചാൽ, കാര്യം പുത്തുമല ദുരന്തം നടന്ന സമയത്ത് തൊട്ട് നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രിക്കോഷൻ എടുക്കണം. പക്ഷെ നമുക്കത് ഇപ്പോൾ പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ രാത്രി ഉറങ്ങുമ്പം ഇത്രയും മഴ പെയ്യുന്നു, എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ നമ്മളൊന്നും അല്ലാതായി മാറുന്നു, ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുമെന്ന് പറഞ്ഞൊരു മൊമെൻറ്റ്, അത് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ഒരുപാട് അപ്പുറത്താണ്. ഇപ്പം തന്നെ ഇത്രയും മോളിൽ നിന്ന് ഈ സാധനം ഉദ്ദേശിച്ചു വെച്ചാൽ ഈ ഫ്ലഡ് വെള്ളം ഇങ്ങനെ വന്ന് മണ്ണിടിച്ചിലായി അത് പ്രളയമായി ഏകദേശം എത്രയോ കിലോമീറ്ററുകൾ താഴെ ചാലിയാറിൽ ആ ബോഡി എത്തുമെന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു ആഘാതം മനസ്സിലാക്കണം. 2 മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങൾ കഴിഞ്ഞ് താഴെ ഈ ഹൈസ്കൂൾ ഏരിയയും കഴിഞ്ഞ് സൂചിപ്പാറ വാട്ടർഫോൾസ് കഴിഞ്ഞ് ഈ ചേട്ടൻ പറഞ്ഞ പോലെ അതിന് താഴേക്ക് 2 വലിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇപ്പം റെസ്ട്രിക്റ്റഡ് ആണ്, പക്ഷെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് അവിടെ. അത് 2ഉം കഴിഞ്ഞ് ഈ ഇരുവഴിഞ്ഞിപ്പുഴയും കഴിഞ്ഞ് മുത്തപ്പൻപുഴയും കഴിഞ്ഞ് ചാലിയാറിൽ എത്തുമെന്ന് പറയുന്നത് ഇത് ചിന്തിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറത്താണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലേ, എത്രത്തോളം ഫോഴ്സ്ഡായിട്ടാണ് വന്നതെന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് ചിന്തിക്കാൻ അപ്പുറത്ത്. അപ്പം ഈ മരിച്ചവരാരും അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്നപ്പോൾ പോയവരാരും ഒന്നും അറിഞ്ഞിട്ടില്ല. നാളത്തേക്ക് എന്തെന്നുള്ളത് ചിന്തിച്ച് വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് കിടക്കുന്ന ആൾക്കാരുടെ ഇപ്പോൾ പലരും കണ്ടു എറാത്ത് കസേരയ്ക്കകത്തിരുന്ന്, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കസേരയ്ക്കകത്തിരുന്ന് അതേപോലെ പോയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഒരു ഇത്രയും ദൂരം ഇത്രയും കിലോമീറ്റേഴ്സ് അപ്പുറം ഈ വെള്ളത്തിലൂടെ നമ്മൾ കൈയും കാലും കുഴി കിടക്കുക. നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് വയനാട്ടുകാർ ഇതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് അപ്പുറം. നമ്മൾ എത്രയായാലും വയനാട്ടിൽ മഴ പെയ്യും, ദിവസങ്ങളോളം മഴ പെയ്തിട്ടുണ്ട് പണ്ടൊക്കെ. പക്ഷെ ഇത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഭൂമിക്ക് അവിടെ ഉണ്ടാവുമെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ഒരുപാട് അപ്പുറത്താണ്. ഇപ്പോൾ കാരണം പ്രകൃതിയുമായിട്ട് ഇപ്പം നേരത്തെ ജോബി പറഞ്ഞതുപോലെ ആന, കടുവ ഇതൊക്കെ നിങ്ങൾ കണ്ട് പ്രകൃതിയായിട്ട് നിങ്ങൾ ചേർന്ന് അതിനൊരു ഭയമില്ല. ഇപ്പം അടുത്തിടെ ഒരുപാട് വാർത്തകളില്ലേ വന്യജീവി ആക്രമണം എന്ന് നമ്മൾ കേൾക്കുന്നല്ലോ. ഈ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, വയനാട് ഒരു വിസിറ്റിന് പോയപ്പോൾ അങ്ങ് ആദിവാസികളുടെ ഏരിയയിലേക്ക് മൂപ്പന്മാരുടെ സ്ഥലങ്ങളിൽ ഇവർ പോയപ്പോൾ അതിലൊരു മൂപ്പൻ പറഞ്ഞാണ് അത്രേ, ജീരകശാല അരി അത് കൊയ്ത്തിന് റെഡിയായി നിൽക്കുമ്പോൾ ഇതിനൊരു മണം വരും അത്രേ, നല്ല മണം. അപ്പോൾ ആനകൾ ഇറങ്ങി വരും, അതിൻ്റെ മണം ഈ അത് തിന്നാനായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ആ മൂപ്പൻ പറഞ്ഞത് ഒന്നും ചെയ്യില്ല, ഈ ആനകൾ വന്ന് അവർക്കുള്ളത് കഴിച്ചിട്ട് അവരങ്ങ് പോകും, ബാക്കി മതി നമുക്ക്, അവർ നശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കേട്ടപ്പോൾ എനിക്കിതിൽ വലിയൊരു ലെസനാണ് എനിക്ക് തോന്നിയത്. മനുഷ്യർ മനസ്സിലാക്കാത്ത ഇന്ന് എന്താണ് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫെൻസ് വയ്ക്കുന്നു ഇവർ വരാതിരിക്കാൻ അല്ലേ. പക്ഷേ ഇപ്പോഴും മേഡം പറഞ്ഞ പോലെ കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആനകളെയൊക്കെ നമ്മൾ പടക്കം വെച്ച് ഓടിക്കാനും അതുങ്ങളെ പ്രകോപിപ്പിക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് ശരിയാണ് നമ്മുടെ കൃഷി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന മുതൽ നശിപ്പിക്കാൻ വരും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും. ഈ കൂട്ടത്തോടെ വരുന്നത് നമ്മൾക്ക് എത്ര കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ അതുങ്ങൾ വരും. കാരണം അതുങ്ങൾ ഭക്ഷണം തേടി പോകുന്ന റൂട്ടുണ്ട്. അത് നമ്മൾ എത്രയൊക്കെ ഇതാക്കി തടഞ്ഞാലും അതുങ്ങൾ വഴി പോകും. നമ്മൾ എത്രത്തോളം അവരെ നമ്മൾ ഉപദ്രവിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഈ തന്നെ ഇവിടെ ഈ അമ്മ പറഞ്ഞത് കണ്ടില്ലേ, അമ്മ ആനയോട് പറഞ്ഞു ഞങ്ങൾ ഒന്നും ചെയ്ത് അപകടത്തിൽപ്പെട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ആന അവിടെ ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ചു നേരം നിൽക്കുക എന്ന് പറയുന്നത് എത്രത്തോളം മൃഗം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് മനുഷ്യരെക്കാളും കൂടുതൽ മൃഗങ്ങൾക്കാണ് അവർക്കത് വേർതിരിവും വകതിരിവും അറിയാമെന്നാണ് എനിക്ക് തോന്നിയത്. ഡെഫിനറ്റ്ലി ജോബി, ഒരുപാട് ഡിബേറ്റ്സ് നടക്കുന്ന ചർച്ചകളുണ്ടല്ലോ ഈ എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ളത്. അതവിടെ മാറ്റി നിർത്തിയിട്ട് വയനാട് പ്രോണാണ്, വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു നേച്ചർ ഗിവൺ ജിയോഗ്രഫി വെച്ചിട്ട് ഇങ്ങനെയുള്ള മഴ ക്ലൈമറ്റ് ഇത് പ്രോൺ ടു സച്ച് ഡിസാസ്റ്റേഴ്സ് ആണ്. ഫ്യൂച്ചറിൽ ഇതെങ്ങനെ നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ എന്തായിരിക്കണം നമ്മൾ പ്രോആക്റ്റീവായിട്ട് എന്ന് വയനാട്ടുകാർ നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്?
അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. കാരണം ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല വയനാട്ടുകാരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഏരിയ മൊത്തം നമുക്ക് ഒരു വെസ്റ്റേൺ ഗഡ്സിനോട് ചേർക്കാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അതൊന്നും നടക്കുന്നൊരു കാര്യമായിട്ട് ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ പോലും അവിടെയുള്ള ആളുകളെയും മനുഷ്യരായി കണ്ടുകൊണ്ട് അവർക്കും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് കാട് വേണം, കാട് വേണ്ടെന്നല്ല, കാടും അതുപോലെ തന്നെ മഴകളും എല്ലാം ആരും അവിടെ കാടൊന്നും കയ്യേറി ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല 10-50 വർഷത്തിനിടയ്ക്കൊന്നും ആർക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അത്രത്തോളം നമ്മുടെ നിയമങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾ പോലും കാട്ടിൽ കയറുമോ ഒരു മൃഗത്തെ പിടിക്കുമോ അല്ലെങ്കിൽ മൃഗത്തിന് മാത്രമല്ല കാട് കയ്യേറി കഴിഞ്ഞാൽ അവരൊന്നും ഒരു കാരണവശാലും പുറത്തു വരാത്ത രീതിയിൽ റൂൾസ് വളരെ സേഫായിട്ട് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഓക്കെ നമ്മൾ കാട് വെട്ടിപ്പിടിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നടക്കില്ല. അപ്പം അവിടെയുള്ള ആൾക്കാർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് അവർ ജനിച്ചു വളർന്ന ഭൂമിയിൽ അവർ മരിക്കുന്നിടത്തോളം സമാധാനപരമായിട്ട് ഒരാൾ ജനിച്ച ഭൂമിയിൽ മരിക്കുക. അവിടെ നമ്മുടെയൊക്കെ ഒരു എന്നെ സംബന്ധിച്ചാൽ എനിക്കും ഉണ്ടതാണ്. എൻ്റെ അമ്മേനോടോ അവരോട് എൻ്റെ ഫാമിലിനോടോ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും എനിക്കിവിടെ കിടന്ന് മരിച്ചാൽ മതി, മരിച്ച് ഇവിടെ അടിയണം എൻ്റെ മണ്ണിൽ, അതായത് എൻ്റെ പള്ളിയിൽ അല്ലെങ്കിൽ എൻ്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ എൻ്റെ അവിടെ ആ മണ്ണിൽ തൊട്ടടുത്തുള്ള മണ്ണിൽ മരിച്ച് അവിടെ മണ്ണിനോട് ചേരുക എന്നുള്ളതാണ്. നമ്മളെന്തായാലും ഇന്നലെ നാളെ മണ്ണിനോട് ചേരേണ്ടത് തന്നെ മനുഷ്യർ. അപ്പം ഈ മണ്ണും മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കോൺക്രീറ്റ് സൗധങ്ങൾ കൊണ്ട് മറയ്ക്കാൻ പറ്റുന്നൊരു സംഭവമല്ലത്. മണ്ണിലോട്ട് തന്നെ, മണ്ണിൽ നിന്ന് വന്ന് മണ്ണിനെ കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മണ്ണിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ മനുഷ്യനും. അപ്പം അവിടെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ അധികാരികൾക്കോ ചെയ്യാൻ പറ്റുന്നത് കുറച്ചും കൂടെ അവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് നൂതന വിദ്യകളൊക്കെ ഉണ്ട്, സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഇങ്ങനെയുള്ള ഡിസാസ്റ്ററുകൾ വരുമ്പോൾ ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശമായത് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ആൾക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കാം, ആൾക്കാർക്ക് മാറി താമസിക്കാം. ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഗവൺമെൻറ്റിനോ അധികാരികളോ ആരോടും കോർഡിനേറ്റ് ചെയ്യാത്തവരൊന്നും അല്ല. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യും. കാരണം അവർക്ക് അവിടെ നിവൃത്തികളുണ്ട്, അവിടെ ജീവിക്കുന്നതാണ്, അവർക്ക് അവിടെ ജീവിക്കണമുള്ളതുകൊണ്ട്. ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് അവർ ഈ കാര്യങ്ങളോടെല്ലാം കോർഡിനേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമുക്ക് ബെസ്റ്റ്, ജീവനാണ് ഇപ്പോൾ നിലനിർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ എന്തൊരു കുറച്ച് മുന്നറിയിപ്പുകൾ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പറയാൻ പറ്റില്ല കേട്ടോ, നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഇനിയെങ്കിലും ഇതിപ്പം ഇനിയും ഇത് ഉണ്ടാകാൻ പാടില്ലെന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഭൂമി ഒലുക്കോ സുനാമിയോ അത് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനോട് മിതത്വപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ മനുഷ്യജീവിതം നല്ല രീതിയിൽ കൊണ്ടു നടക്കാം എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ആ പർട്ടിക്കുലറായിട്ടുള്ള ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് നമ്മുടെ ഭരണകൂടങ്ങൾക്കും നമ്മുടെ അധികാരികൾക്കും ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവർ പാവപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അവരോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. പിന്നെ ജയകുമാറും ഇവർ പറഞ്ഞ പോലെ തന്നെ നമുക്കത് പുനരധിവാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലോട്ട് നമ്മൾ പിന്നീട് വരുന്നതാണല്ലോ. അതൊരു വലിയൊരു ടാസ്ക്കായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ശരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതൊന്നും ഒരു ടാസ്കേ അല്ല. അത് പല പ്രാവശ്യം നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം പല ബുദ്ധിമുട്ടുകളിലൂടെ നമ്മളിപ്പം ഈ അടുത്ത് ഇപ്പം നിപ്പ മുതലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയ പല കാര്യങ്ങളും നമ്മൾ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതൊരു ഒരു വെല്ലുവിളിയായിട്ടേ ഞങ്ങളിതിനെ കാണുന്നുള്ളൂ. അതല്ലാണ്ട് നമ്മളൊരു ഇന്ത്യയിൽ സംഭവിച്ചൊരു വലിയൊരു ഒരു ഇഷ്യൂ ആണെങ്കിൽ ഒരു ഡിസാസ്റ്ററാണ്. അപ്പോൾ അതൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് രീതിയിൽ കൺട്രോൾ പറഞ്ഞതുപോലെ ഫ്യൂച്ചർ നമുക്കറിയില്ല. ദ വേ ദ വേൾഡ് ഇസ് മൂവിങ്, എസ്പെഷ്യലി climate related issues. Shaini, Nityan and Sindhu Ajit ഇവരും നമുക്ക് മെസ്സേജസ് തന്നിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ഷൈനി നിത്യൻ. എന്താ പറയേണ്ടതെന്നറിയില്ല. ഇന്നത്തെ വയനാടിൻ്റെ അവസ്ഥ അത് വളരെ ദയനീയമാണ്. എല്ലാവരും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഞാനൊക്കെ കണ്ടു വളർന്ന വയനാട്, മനോഹരമായ വയനാട്, അവിടേക്ക് ഇങ്ങനെ എന്താ പറയുക, ഫുള്ള് ഇപ്പം കല്ലും മണ്ണും കണ്ണീരും. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ആരും കൂടെയില്ല. അതൊക്കെ ഒരു വളരെ ഭീകരമായ അവസ്ഥ തന്നെയാണ്. അതൊന്നും സങ്കല്പിച്ച് നോക്കാൻ കൂടി പറ്റുന്നില്ല. ഒരു വയനാടുകാരി എന്ന നിലയിൽ മേപ്പാടിയിലുണ്ടായ ദുരന്തത്തിൽ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും അനുശോചനം അറിയിക്കുന്നു. ഒരുപാട് വീഡിയോസ്
ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എത്ര ഭീകരമായ അവസ്ഥയിലൂടെയാണ് അവർക്ക് കടന്നുപോയതെന്ന് ചിന്തിക്കുകയാണ്. സുജാത എന്ന് പറയുന്ന ഒരു അമ്മ പറയുന്നു, അവർ ഒരു രാത്രി വെളുക്കുവോളം കാട്ടാനയുടെ കൂടെ. അതൊക്കെ നിങ്ങൾക്ക് നല്ല നമുക്ക് ആർക്കേൽക്കും അതൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ? എന്നെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് ചോദിച്ചു നാട്ടിൽ പാരൻസൊക്കെ സേഫാണോ എന്ന്. എന്നെ വിളിച്ചു അന്വേഷിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. എൻ്റെ വീട് അവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയുള്ള പുൽപ്പള്ളി എന്ന സ്ഥലത്താണ്. ഒരുപക്ഷെ എല്ലാവരും പറയുന്ന പോലെ തന്നെ എൻ്റെ അഭിപ്രായം, ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ ഒരു 90% ആൾക്കാരെയെങ്കിലും നമുക്ക് രക്ഷിക്കാമായിരുന്നു. എൻ്റെ സുഹൃത്ത് അജിത് കൃഷ്ണ, നിങ്ങൾ എല്ലാവരും ലോക മലയാളികൾ മുഴുവൻ കണ്ട ഒരു ഗൂഗിൾ എർത്ത് വീഡിയോ, അത് ക്രിയേറ്റ് ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത് അജിത് കൃഷ്ണ ഈ ദുരന്തത്തിൻ്റെ ഭീകരത കൃത്യമായി കാണിച്ചു തന്നതിന് അജിത്തിനോട് നന്ദി പറയുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവസന്നിധിയിലേക്ക് പോയ എല്ലാ ആത്മാക്കൾക്കും ശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ജീവൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അവർക്ക് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് അവർക്ക് കൂടിയേ തീരൂ. അതുപോലെ തന്നെ ഒരുപാട് രക്ഷാപ്രവർത്തകർ അവർ രാവും പകലുമില്ലാതെ അവരുടെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇനിയും ഒരുപാട് പേര് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന്, ജീവനോടെ പലരെയും തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഷൈനിയുടെ കോളേജ് ഗ്രൂപ്പിൽ ഷൈനിയുടെ ഒരു ഫ്രണ്ട് ഗൂഗിൾ മാപ്പിൽ നിന്ന് അതിൻ്റെ പിക്ചർ എടുത്ത് അവർ ഷെയർ ചെയ്ത് ഡിസ്കസ് ചെയ്തു. കാരണം അത് കാണാം എങ്ങനെയാണ് ഒരു ഗ്രാമം എന്തായിരുന്നു, ആ ഗ്രാമം എങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഹൊറിബിളാണ്. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചത് ഇത് ഗൂഗിൾ എർത്തിലാണ്. ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം. ഇത് കണ്ടോ, ഇതാണ് ഉത്ഭവം. ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ. കേട്ടോ, മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി. ഇവിടെ കണ്ടോ, ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത്, ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള്, ആ മരം, ഇതൊക്കെ. ഇതിൽ ഈ ക്രോസായിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു. ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം. ആ പാലം ഈ കാണുന്ന അമ്പലം, ഇതെല്ലാം പോയി. ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇത് കണ്ടോ, പുഴ വരുന്ന വരവ് കണ്ടോ, ഇതിലേ വന്ന് ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ്. ഇത് കണ്ടോ, ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ, താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ, ഇതിലേ പോയി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ, ഇത് കണ്ടോ, ഇത്രയും കിലോമീറ്റർ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ്. അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത്. ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ഞാൻ സിന്ധു, സൽമാനിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. വയനാട്ടിലെ മാനന്തവാടിയിലാണ് ജനിച്ചു വളർന്നത്. കൽപ്പറ്റയിലാണ് താമസിക്കുന്നത്. ഈ മഹാദുരന്തം നടന്ന പ്രകൃതി സുന്ദരമായ മുണ്ടക്കയിൽ നിന്നും 10 കിലോമീറ്റർ അകലെ മാത്രം. ഈ വലിയ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം സംഭവിച്ചിരിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഉറക്കമില്ലാത്ത രാത്രികളാണിപ്പോൾ. ഞങ്ങളുടെ വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം ആധുനികതയൊന്നും കടന്നു വരാത്ത വളരെ സുന്ദരമായ ഒരു നാടാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം. കേരളത്തിലെ എല്ലാ ജില്ലയിലും ആളുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓവറോൾ കൾച്ചർ നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിയും. കൂടുതലും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പച്ചയായ മനുഷ്യരും ആദിവാസികളുമാണ് അവിടെയുള്ളത്. ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരു വേർതിരിവും എനിക്കവിടെ കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഏത് സംസ്കാരത്തെ ഉൾക്കൊള്ളാനും ഏത് പ്രതിസന്ധി തരണം ചെയ്യാനും സാധിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മണ്ണിലും മലയിലും ചവിട്ടി നടന്ന് മൃഗങ്ങളോടും മല്ലടിക്കുന്ന മനുഷ്യരാണ് അവിടെയുള്ളത്. എന്നിരുന്നാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ മഹാദുരന്തം, അത് പറഞ്ഞറിയിക്കാത്തൊരാഘാതമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഈ പ്രതിസന്ധിയിൽ ഇവിടെ നിന്നൊക്കെയോ എത്തിയ എത്രയോ നല്ല മനുഷ്യരാണ്, എത്രയോ ജീവന് കാവലാളായി എത്രയോ പേര് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അവരോടെല്ലാം ഈ അവസരത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇനിയൊരിക്കലും ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാകരുതേ എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ വയനാട് ആ പഴയ വയനാടായിട്ട് തിരിച്ചു വരുമെന്ന ഉറച്ച വിശ്വാസത്തോടെയും ശുഭപ്രതീക്ഷയോടെയും കൂടെയാണ്. നമുക്കിവിടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കുന്ന അത്ര ലാഘവത്തോടെ ഇത് കാണാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു ടി വിയിൽ നമ്മളൊരു മൂവി കാണുന്ന, ഒരു സീരീസ് കാണുന്ന ഒരു ത്രില്ലിലാണ് പലപ്പോഴും നമ്മളിതെല്ലാം കാണുന്നത്. നമുക്ക് സങ്കടം വരും, കരച്ചിൽ വരും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളത് കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂവി കാണുന്ന ഒരു ഫീലാണ്. പക്ഷേ ആക്ച്വൽ റിയാലിറ്റി എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മളിൽ ഒരാൾക്ക് വരുമ്പോഴാണ്. സോ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, ഈ അഫക്റ്റഡ് ഏരിയയിൽ നിന്ന് ആരെങ്കിലും ബഹ്റൈനിലുള്ളതായിട്ട് അറിഞ്ഞോ ഇതുവരെ? നിലവിൽ ബഹ്റിൻ പ്രതിഭയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ മെമ്പറായിട്ടുള്ളൊരു ഫാമിലി, രണ്ട് ഫാമിലിയോളം നഷ്ടപ്പെട്ടു, മൊത്തമായിട്ട് പോയിട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പോയിട്ടെന്നാണ് അറിവ്. അതെ, ഇപ്പം ബഹ്റിനുള്ള ഈ രണ്ട് ഫാമിലിയാണ് ഇപ്പം അറിവ് നമുക്ക് ഏരിയയിലുള്ളവരെന്നാണ് പറയുന്നത്. വെക്കേഷന് പോയ സമയത്തൊക്കെയുള്ള കുറച്ച് പേരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, അല്ലാതെയുള്ള ആൾക്കാർ. അഡീഷണൽ ആയിട്ട് ഒരു സജഷനാണ്, എനിക്കറിയില്ല നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നൊന്നും. ഇപ്പം നമ്മുടെ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കൊരു ഷോർട്ട് വേ എന്ന രീതിയിലൊരു തുരങ്കപാത കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഇറങ്ങുന്നുണ്ട്. തിരുവമ്പാടിയും തൊട്ട് നമ്മുടെ ഈ ദുർബലമായിട്ടുള്ള മേഖലയായുള്ള മേപ്പാടിയിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് 100 വട്ടം പുനരാലോചിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഇത്രയും ദുർബലമായിട്ടുള്ള ഏരിയയിലേക്ക് ഈ സംഭവം പാർക്കെട്ട് തുറന്ന് നമ്മളവിടെ ചെല്ലുക എന്ന് പറയുന്നത് എത്രത്തോളം പരിസ്ഥിതിലോലമായിട്ടുള്ള മേഖല എത്രത്തോളം ദുർബലമാക്കുന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത്. എന്തെങ്കിലും വേറൊരു മാർഗം കണ്ട ഇത്രയും ബുദ്ധിമാന്മാരും ഇത്രയും ഇതായിട്ടുള്ള നമ്മളെ മലയാളികൾ എന്ന് പറയുന്നവർക്ക് കുറച്ചും കൂടെ വയബിളായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പ്രകൃതിയെ അധികം ചൂഷണം ചെയ്യാതെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല ജയകുമാർ. ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഈ ഒരു ദുരന്തം അതിനൊരു ഐ ഓപ്പണർ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോന്നും സംഭവിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ പറയാം, മനുഷ്യൻ ഇനിയെങ്കിലും പഠിക്കട്ടെ. കഴിഞ്ഞ ദിവസം ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്ന കണ്ടോളൻസ് മീറ്റിങ്ങിൽ അതിൻ്റെ ചെയറായ ശ്രീ PV രാധാകൃഷ്ണപിള്ള ഇറ്റലിയിലെ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പേര് പെട്ടെന്ന് വിട്ടുപോകുന്നുണ്ട്. പറഞ്ഞു, നേച്ചറിനെ ടച്ച് ചെയ്യാതെ നമുക്ക് അവിടെ അവരുണ്ടാക്കിയിരിക്കുന്ന വീടുകൾ പോലും ആ പ്രകൃതി എങ്ങനെയാണോ അതിനെ ഷേപ്പ് അനുസരിച്ചാണ് ഒരു വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കൺസേൺ അന്ന് തന്നെ കേട്ടതാണ്, വയനാട്ടുകാരല്ല അവിടെ ഡിഫോറസ്റ്റേഷൻ ചെയ്യുന്നതോ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതോ, അവരല്ല, പുറമേ നിന്നുള്ളവരാണ്. അപ്പോൾ അവിടെ എത്രയോ റിസോർട്ടുകളുണ്ട് അല്ലേ, വയനാട് മുഴുവൻ റിസോർട്ടുകൾ, ഹോം സ്റ്റേ അല്ലേ. ആ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് അത് നേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ മാം, ആ ഒരു കാര്യം കൂടെ, വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് റോ മെറ്റീരിയൽസ് ആവശ്യം ഉണ്ടല്ലോ. വയനാട്ടിൽ ഇപ്പം നമ്മുടെ പാറകൾ, ഇപ്പം അമ്പലവയലൊക്കെ ഒരു 10 വർഷം മുന്നേ നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്ന ഒരു ഭംഗി എന്തോ ഇപ്പോൾ അതില്ല. കാരണം പല സ്ഥലങ്ങളിലും പാറ പൊട്ടിച്ച് ഇങ്ങനെ വെളുത്ത കുറച്ച് പാണ്ടുകൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വണ്ടികളിൽ പോകുമ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ ബത്തേരിയിൽ നിന്ന് അമ്പലവയൽ റൂട്ടിലേക്ക് പോകുന്ന ഇങ്ങനെ ഒരു ചുരം പോലൊക്കെ എന്നൊരു അതുകൊണ്ട് ആ ഏരിയ പോകുമ്പോൾ നമുക്ക് ദൂരെ കാണാം. പക്ഷെ ഇപ്പം അവിടെ കാണുന്നത് ഒരു കുറച്ച് കുഴികളാണ്, ഇങ്ങനെ ഒരു വെട്ടായിട്ടുള്ള കുറച്ച് കുഴികൾ മാത്രമാണ് അവിടെ കാണുന്നത്. ഇപ്പം ഡെവലപ്മെന്റ് വേണം, അതിനോടൊപ്പം തന്നെ നേച്ചറിനെ എന്തെങ്കിലുമൊക്കെ നല്ലത്. നമുക്ക് ഇപ്പോൾ ഒന്ന് ചെയ്യാൻ മറ്റൊന്ന് വളമാവെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വളം ആവുന്നതിൻ്റെ കുറച്ചുകൊണ്ട് നമുക്ക് ആ പ്രകൃതിയെ കുറച്ചും കൂടി ഒന്ന് സ്നേഹിച്ചുകൂടെ എന്നുള്ളൊരു തോട്ടം. തീർച്ചയായിട്ടും സ്നേഹിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വയനാട്ടിൽ അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇടയ്ക്കൽ ഗുഹയൊക്കെ അവിടെയാണ്. അപ്പം അത് ശരിക്കും വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവരും അറിയുന്ന സ്ഥലം ഇടയ്ക്കൽ ഗുഹ. ഈ പ്രദേശങ്ങളിലൊക്കെ ആളുകളുടെ ഒരു ഉപജീവനമാർഗം മെയിനായിട്ടും ക്വാറികളുണ്ട്. അപ്പോൾ അത് പാറ പൊട്ടിച്ച് അങ്ങനെ അതാണ് അവരുടെ ഉപജീവന മാർഗ്ഗമാണെങ്കിൽ പോലും പലപ്പോഴും അതൊക്കെ സ്റ്റേയും ഒക്കെ വന്ന് അങ്ങനെ നിൽക്കുന്ന മിക്കവാറും സ്ഥലങ്ങളിൽ ആളുകൾ പരാതിപ്പെട്ട് തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് ഈ ഒരു പാറ പൊട്ടിക്കുന്ന സമയത്ത് ഭയങ്കര ജെർക്കിംഗ് ഒക്കെ ഫീൽ ചെയ്യും. നമുക്കൊക്കെ അത് അനുഭവപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഞാനൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു വെടി അങ്ങ് പൊട്ടുന്ന സമയത്ത്
നമ്മുടെ വീടടക്കം നമുക്ക് ഒരു ജെർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ വരും. അത്രയും. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ചേർന്ന് മാസമായിട്ടുള്ള ഇതൊക്കെ സമർപ്പിച്ച് അവിടെ സ്റ്റേ വരുത്തും. അങ്ങനെ എങ്കിൽ പോലും ക്വാറി മുതലാളികൾ അത് വീണ്ടും അത് പക്ഷേ കുറേ പേരുടെ ഉപജീവന മാർഗ്ഗമാണ് അതും ഒരു സൈഡിൽ. അപ്പം ഇതൊക്കെ എന്താ പറയുക, ബാലൻസ് സ്ട്രൈക്ക് ചെയ്യണം. അതെ അതെ, പ്രകൃതി പകരം മാക്സിമം Balanced use of resources. ഒരു ബാലൻസ് ചെയ്ത് പോവാം. അപ്പം പ്രകൃതിക്കും കേടുവരില്ല, ഇവരുടെ കാര്യങ്ങൾ നടക്കും. അതെ ഞങ്ങൾ വയനാട്ടുകാരെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരു 80 കിലോമീറ്ററോളം ഓടിയാലാണ് നമുക്കൊരു ടൗൺ എത്തുന്നത്, വലിയൊരു ടൗൺ, കോഴിക്കോട് ടൗൺ. അതായത് ഒരു ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ അല്ലെങ്കിൽ വഴികൾ, നമുക്കൊരു വഴിയേ ഉള്ളൂ, താമരശ്ശേരി ചുരം, അതുവഴിയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഓക്കെ, അതിപ്പോൾ ജയകുമാർ പറഞ്ഞ പോലെ അതിൻ്റെ തുരങ്കപാത വരുന്നത് എത്രത്തോളം വയബിളാണ്, അത് എത്രത്തോളം പ്രകൃതിയെ നശിപ്പിക്കാതെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ പരിസ്ഥിതി പ്രദേശം വീണ്ടും ഒരു കാരണവശാലും എഫക്റ്റഡ് ആവാണ്ട് തന്നെ ഈ റൂട്ടുകളൊക്കെ വരാൻ പറ്റുള്ളൂ. കോഴിത്തോട് റോഡ് ഇപ്പം ഓൾറെഡി ബ്ലോക്കായി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷത്തോളമായി തോന്നുന്നു. അതിനൊരു നീക്കുപോക്കം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കുറച്ചും കൂടെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നടക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൻ്റെ ഉള്ളിലുള്ള ടെക്നിക്കലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, പക്ഷേ ഒരു പുറത്ത് നോക്കുമ്പോൾ ലേമാൻ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നത് നടക്കാൻ, അതായത് നമുക്കൊരു വിൽ പവർ ഉണ്ടെങ്കിൽ, മാഡം പറഞ്ഞ പോലെ അതിനൊരു വിൽ പവർ ഉണ്ടെങ്കിൽ, അതിനൊരു നേതാവ് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നടക്കാത്തതല്ല. അതും ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോലും ഈ 10,000 അല്ലെങ്കിൽ 5,000 300 പേരോളം മരിച്ചു. ഇപ്പോൾ അതിനുള്ള ഒരു 10,000 പേരെ ചികിത്സിക്കാൻ വേണ്ടി നമുക്ക് ആകെക്കൂടുതൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വിംസാണ്. അതും പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. നമ്മളിപ്പോൾ ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള രീതിയിൽ ഒരു ജില്ലാ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കി. പക്ഷേ ജില്ലാ ഹോസ്പിറ്റലിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഒരു ഹോസ്പിറ്റലുണ്ട്, ചന്ദ്രോട് പ്രൈമറി ഹെൽത്ത് സെൻ്റർ എന്നുണ്ട്. അത് കുറച്ച് വലിയ ഹോസ്പിറ്റലാണ്. പക്ഷേ ഇവിടുന്ന് പോലും വേറെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് അല്ലെങ്കിൽ വേറെ റെഫർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക്. ഓക്കെ, അത് നമുക്ക് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 90% നമ്മുടെ ആൾക്കാർ മരിക്കുന്നത് ഈ ചുരം ഇറങ്ങി താഴോട്ട് പോകുന്ന വഴിക്ക്. ഇത്ര റൂട്ടിന്, അതായത് അതിൽ നമുക്കവിടെ പ്രാഥമിക കാര്യങ്ങളല്ലാണ്ട് ഇതിനൊരു എഫിഷ്യൻ്റ് ആയിട്ട് ചികിത്സ കൊടുക്കാനായിട്ട് വിംസിൽ പോലും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അതും വിംസ് എന്ന് പറഞ്ഞാൽ വളരെ സംബന്ധിച്ച് ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ശരിയാണ്, വിംസ് ചെയ്ത് വളരെ നല്ല കാര്യം. പക്ഷേ എല്ലാവർക്കും വിംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്തിപ്പിടിക്കാൻ പറ്റുന്ന സംഭവമല്ല. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിംസ് ഒരു കാരണവശാലും പറ്റില്ല. പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ട് അപ്പോയിൻ്റ് എടുക്കുന്നതും ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമ്മുടെ കേരളം പോലുള്ളൊരു സ്ഥലത്ത് എന്താണ് അവസ്ഥ നമുക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഫെസിലിറ്റീസ് ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹോസ്പിറ്റലിനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിപ്പം എയർപോർട്ട് വേണമെന്നോ അല്ലെങ്കിൽ റെയിൽപാളം വേണമെന്നോ നമ്മൾ പറയുന്ന കാര്യമാണെങ്കിൽ നല്ലത്. ഓക്കെ, എയർപോർട്ട് നിർബന്ധമുള്ള കേസല്ല, എയർപോർട്ട് നമുക്ക് ഒരു കാരണവശാലും നിർബന്ധമില്ല. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ ഈ ഹോസ്പിറ്റലൈസ് വേണം, റോഡ് സൗകര്യം. ഈ ഒരു ഡിസാസ്റ്റർ, ഇത്രയും മാഗ്നിറ്റ്യൂഡുള്ളൊരു ഡിസാസ്റ്റർ ഒരു ഐ ഓപ്പണർ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് മാനേജ് ചെയ്യാനായിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ചെയ്യാമായിരുന്നു. പിന്നെ എത്തിപ്പറ്റാനുള്ള മാർഗങ്ങളൊക്കെ ഡെഫിനറ്റ്ലി. വയനാടിനെ കുറിച്ച് ആൾക്കാർ പഠിക്കുന്ന ഒരു സമയമാണിപ്പം, കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പം വായിച്ച് നോക്കുമ്പോൾ വയനാടിനെ കുറിച്ച് ആദ്യം നമുക്ക് മനസ്സിൽ വരുന്നത് നാച്ചുറൽ ബ്യൂട്ടിയാണ്. പക്ഷെ ബിയോണ്ട് ദാറ്റ് വയനാട് ഈസ് സോ റിച്ച്. വയനാട് ഇസ് നോൺ ആസ് എ സ്പൈസ് ഗാർഡൻ ഓഫ് കേരള. എനിക്ക് തോന്നുന്നു ഒരേ ഒരു ലവകുശ ക്ഷേത്രം പുൽപ്പള്ളിയിൽ, പിന്നെ ഹെറിറ്റേജ് സൈറ്റ് മുത്തങ്ങ, ബന്ദിപ്പൂർ, പിന്നെ ബാണാസുര സാഗർ ഡാം, ഇങ്ങനെയുള്ള ഒരുപാട് സ്പെഷ്യൽ പ്ലേസസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ്. ഇന്നത്തെ അവസ്ഥ നമ്മൾ കാണുന്നു. പക്ഷേ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ വി വിൽ ഗെറ്റ് ബാക്ക്, വി വിൽ റീബിൽഡ്, സിംപ്ലി ബിക്കോസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദ പീപ്പിൾ ഓഫ് വയനാട് ദേ ഡിസേർവ് ഇറ്റ്, ബിക്കോസ് ദേ ആർ വെരി സിമ്പിൾ, വെരി ഡൗൺ ടു എർത്ത്. ഇവിടെ കേട്ട വോയിസസിൽ ഒരു ആക്സസിബിലിറ്റി റോഡ് വൈസ് ആണെങ്കിലും, അതുപോലെ വയനാട് ഡസൻറ്റ് ഹാവ് എ കോസ്റ്റ് ഓർ റെയിൽവേ. അതും അപ്പം ആ നേച്ചറിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഒരു നല്ലൊരു ഈ ഒരു ചാലഞ്ചിൽ നിന്ന് നമ്മൾ ലെസൺസ് പഠിച്ചിട്ട് ലെറ്റ് us come up with solutions that would help the people of Wayanad, be it in terms of hospital or better roads, better facilities, better schools, because അവർക്ക് തിരിച്ചവിടേക്ക് തന്നെ പോകണം, അവർക്ക് പോകാൻ വേറെ സ്ഥലമില്ല. ഇത് കേൾക്കേണ്ടവർ കേൾക്കും എന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസം. ഓരോ വയനാട്ടുകാരൻ്റെ ശബ്ദവും കേൾക്കേണ്ടവർ കേൾക്കണം. എനിവേ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ജോയിനിങ് us. ഈ ഒരു സങ്കടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലും ലെറ്റ്സ് ബി ഹോപ്പ്ഫുൾ ആൻഡ് ലെറ്റ്സ് പ്രേ
that Wayanad is rebuilt. Okay. This is Rajiv Unikrishnan signing off from Viewpoint.